ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു. ദേ ഞാൻ വെറുതെ ബോറടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഗായ്സ്. എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാനും എപ്പോഴും മടിയായി തുടങ്ങി ഗായ്സ്. എന്ത് ചെയ്യാനാ. അങ്ങനെ ഞാൻ നേരെ പോയി മീനൊക്കെ ഫ്രൈ ചെയ്താലോ നിങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചോറും മുരിങ്ങക്ക തോരനും കറിയും ഒക്കെ കൂട്ടിയെടുത്തു. ഇതേ ചാള വറുത്തും ചെയ്തു കേട്ടോ. അതൊക്കെ കഴിച്ച ശേഷം ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി നിന്നു. മഴയും കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ക്ലൈമറ്റ് നിൽക്കണമുണ്ട്, വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വൈകിട്ടായപ്പോഴേക്കും ഇക്കാക്ക വന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക എനിക്ക് സ്പെഷ്യലായിട്ട് സ്നാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ദേ ഇങ്ങനെ ചായയൊക്കെ ഇട്ടു. പബ്സ് ഉണ്ടായിരുന്നു, റോളുണ്ട്, പിന്നെന്താ സുഗീനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു ഗായ്സ്, ഒന്നും പറയണ്ട. പിന്നെ ദേ ഈ പാലൊരാൾക്കാണ് കേട്ടോ. ആരാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ദൈവന്മാർക്കാണേ. വീട്ടിൻ്റെ പുറത്ത് ഭയങ്കര കരച്ചിൽ കേട്ടോ. നോക്കുമ്പോൾ പൂച്ച കൊണ്ടുവന്ന് വെച്ച് പോയതാണ് ഈ കുഞ്ഞുങ്ങളെ. നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ. പുറത്തായതുകൊണ്ട് ഇത്തിരി മെനകേടായി കിടക്കുന്നുണ്ട് ഫേസൊക്കെ. അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട്, അടിപൊളി കണ്ണൊക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് അവിടെ ഇവിടെയും കൊണ്ടുപോയി വെക്കാൻ ഒരു വിഷമം, കാരണം കുഞ്ഞല്ലേ, എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ എന്നുള്ളൊരു പേടിക്ക് ഞാൻ അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയി വെച്ചില്ല. കാരണം എൻ്റെ ടൂണനെ പോലെ തന്നെയാണല്ലോ, ടൂണ കൂട്ടിനുള്ളിലാണ്, ഇവർ പുറത്തിറങ്ങി നടക്കുന്നു, അത്ര തന്നെ വ്യത്യാസം. പാല് കൊണ്ടുവച്ചതും ഓടിപ്പോയി കുടിക്കാൻ തുടങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ ഇവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.